ആരെങ്കിലും നമ്മളെ പിന്നിൽ നിന്ന് ഇതുപോലെ ചോക്കിലൊക്കെ ചെയ്താൽ ഒരു 3 seconds ഒക്കെ ഹോൾഡ് ചെയ്താൽ നമുക്ക് ശ്വാസം കിട്ടാണ്ടാവും. താഴോട്ട് പോകുമ്പോൾ ബോധം പോകും. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ ചോക്കിലൊക്കെ പ്രഷർ റിലീസ് ചെയ്യാം. ദെൻ കാല് മാറ്റി വെച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡിൽ ഗ്രോയിങ്ങിലോട്ട് ഒരു ഹിറ്റ്. ദെൻ ആൾ തിരിഞ്ഞതിന് ശേഷം ഫ്രണ്ട് കിക്ക് ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാം. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പം ഇന്ന് നോക്കുന്നത് ഈ RNC ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത്. ഇത് പറയുന്നത് ഇങ്ങനെ ഇടിക്കാം, ഇങ്ങനെ ഇത് ചെയ്യാം, കിക്ക് ചെയ്യാന്നെല്ലാം. ഓക്കെ, അത് വർക്ക് ആവുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നോക്കത് എന്താവും എന്നുള്ളത്. 2 പേരുണ്ട് എൻ്റെ കൂടെ. ഇവന് അത് മീഷപ്പ് സ്വിറ്റ്സർലാൻഡ് എന്നുള്ളതാണ്. അതിൽ പിന്നെ മലയാളിയാണ് നാട്ടിൽ. അപ്പോൾ രണ്ടും നോക്കാം. സ്ട്രൈറ്റ്. ഓക്കെ, യു ജസ്റ്റ് സീ ഫ്രം ഹിയർ ഐ ആം ഗോയിങ്. Is this technique will work or not? No, never. Are you sure? Because you focus way too much on this, and You sure? no way you can throw punches over there. He can't. അവന് വർക്ക് ആവുന്നില്ല ഈ ടെക്നിക്ക് എന്നുള്ളതാണ് നോക്കണം. അപ്പോൾ ഇവനത് ആ ടെക്നിക്ക് ഫെയിലാണ്. അപ്പോൾ ഇനി അടുത്ത ആളെ നോക്കാം. ഇവന് വർക്ക് ആവുമെന്നുള്ളത്. അപ്പോൾ ഇവന് ഷോർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവന് ഈ ടെക്നിക്ക് വർക്ക് ആവുമെന്നുള്ളത് അപ്പോൾ നോക്കാം. അപ്പം നേരെ ഇവന് പോവും. Not gonna work. That pressure is so intense. മലയാളം മതി. ആ സമയത്ത് എന്താ ഇതൊന്നും നടക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇത് 3 മിനിറ്റ് 10 സെക്കൻഡിൽ എടുക്കണ്ടോ? ഇത് 3 seconds we are pass out. പക്ക. എത്ര ടൈറ്റ് ആവണ്ട? പ്രഷർ വരുന്നുണ്ടോ? Too much pressure. അപ്പോൾ ഈ ടെക്നിക്കിന് ഈ രീതിയിലുള്ള കാര്യങ്ങൾ വർക്കാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇത് എത്രമാത്രം എക്സ്പീരിയൻസ് ചെയ്യാത്ത ടെക്നിക്ക് റിയൽ ലൈഫിൽ ചെയ്ത് നോക്കാണ്ട വീഡിയോ മാത്രം കണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്ന രീതിയുണ്ട്, അത് നോക്കാം. ദിസ് ഈസ് ആക്ച്വലി ദ വെരി ടൈറ്റ് പൊസിഷൻ. ഇത് ഇങ്ങനെ ഒരു പൊസിഷന് ഭയങ്കര ടൈറ്റാണ്. പ്രത്യേകിച്ച് ഈ കൈ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാം പെട്ടെന്ന്. ഇവിടെ ഈ നെർവ്സും അതുപോലെ ത്രോട്ടും പെട്ടെന്ന് ടൈറ്റ്. ഇത് ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ലൂസ് ആവും. ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും 5 സെക്കൻഡ് 10 സെക്കൻഡ് ഒന്നും ടൈം കിട്ടില്ല. പെട്ടെന്ന് ഇതാവും, പെട്ടെന്ന് കഴുത്ത് ഔട്ട് ആവും, പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവും. ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒരു ഹോൾഡ് ബിഫോർ ഓൺലി യു ഷുഡ് ഹോൾഡ്. ഓക്കെ, ഇത് മുന്നേ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഒരു പക്ഷേ പിന്നെ ടൈറ്റ് now hold it. Once you reach, you have to see don't try for this and all. Actually, first of all, immediately you have to bend, see, and make sure, like, either you can lift him, okay, lift and throw, it's possible, or after this, once you got this, make ഇത് ശരിക്കും റിലീസായി എന്ന് ഈ കഴുത്തിൽ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കിയതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾക്ക് ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. Okay, then you can lift him and throw, or are you okay? Are you okay? Okay, I heard a sound actually, that's why, sorry. Okay, now ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈലി ട്രെയിൻഡ് ആവണം. പിന്നെ നമുക്ക് നമ്മുടെ കണ്ടീഷൻ സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് ഉണ്ടാവണം. ഇത് നല്ല ഹൈ ലെവൽ ടെക്നിക്കാണ്, അത്ര ഈസി അല്ല. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ നിങ്ങളത് കൂടുതൽ ട്രബിളിൽ എത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാണിച്ച ടെക്നിക്ക് വർക്കാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പല ആളുകളും സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാത്തതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റു യൂട്യൂബിലോ മറ്റോ കണ്ട വീഡിയോസാണ്. ഇതൊരിക്കലും വർക്കാവാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കുക. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് അത് പഠിച്ചിട്ട് ട്രെയിനിങ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇത് വർക്കാവില്ല. ഓക്കെ, ഡൺ.